ഇനി നമുക്ക് നമ്മുടെ പ്രൊപ്പോസിഷനിലേക്ക് കിടക്കാം. എന്താണ് ആ പ്രൊപ്പോസിഷൻ പറയുന്നത് എന്ന് നോക്കൂ. ലെറ്റ് എ ബി സബ്സെറ്റ് ഓഫ് എ സ്പേസ് എക്സ്. എയും ബിയും എക്സ് എന്ന് പറയുന്ന സ്പേസിൻ്റെ രണ്ട് സബ്സെറ്റുകളാണ്. ആൻഡ് സപ്പോസ് there exists a continuous function f which is defined from x to 0 1 such that f of x is equal to 0 for all x belongs to A and f of x is equal to 1 for all x belongs to B. Then there exists disjoint open set UV such that A is contained in U and B is contained in V. ഇവിടെ ഒന്നും പറയണില്ല, എയും ബിയും രണ്ട് സബ്സെറ്റുകളാണ് ആരുടെ, എക്സിൻ്റെ. അവിടെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അത് എവിടുന്ന് എവിടേക്ക് ഡിഫൈൻ ചെയ്തതാണ്, എക്സ് എന്ന് പറയുന്ന എക്സിൽ നിന്ന് 0 1 ഡിഫൈൻ ചെയ്തതാണ്. സച്ച് ദാറ്റ് എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ പോയിന്റുകൾക്കും ആ ഫംഗ്ഷൻ നൽകുന്നത് 0 എന്ന് പറയുന്ന വിലയും ബി എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ പോയിന്റുകൾക്കും ആ ഫംഗ്ഷൻ നൽകുന്നത് 1 എന്ന് പറയുന്ന വാല്യൂവുമാണ് എങ്കിൽ അവിടെ രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സെറ്റുകളുണ്ട്, യുവും വിയും. such that A is contained in U and B is contained in V എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞ വിവരങ്ങൾ പ്രകാരം നമുക്ക് തന്നിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ ഒന്ന് പ്രൂഫാക്കി നോക്കാം. എന്തൊക്കെ നമുക്കറിയാം. അവിടെ എ ബി എന്ന് പറയുന്നത് എയും ബിയും രണ്ട് സബ്സെറ്റുകളാണ് ആരുടെ, എക്സിൻ്റെ എന്നുള്ളത് നമുക്കറിയാം. അവിടെ സപ്പോസ് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. അവിടെ ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ഉണ്ട്, എഫ് എന്ന് പറയുന്ന ഫങ്ഷനാണ്. ആ പുള്ളിക്കാരൻ എക്സിൽ നിന്ന് 0 1 ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. ആൻഡ് ഞാൻ ഒന്നും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിന് എഫ് ഓഫ് വൈ എന്നാക്കിയിട്ട് എടുത്ത് എഫ് ഓഫ് വൈ ഈക്വൽ ടു 1 ഫോർ ഓൾ വൈ എവിടെ ഉള്ള ആളാണ്, ബിയിലുള്ള ആളാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പ്രൂഫിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റിനെ ഞാനിവിടെ ഡിഫൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുകയാണ്. അതിൽ ഒരെണ്ണത്തിൽ 0യും ഒരെണ്ണത്തിൽ 1 വരുന്ന തരത്തിൽ. അപ്പോൾ ഞാൻ എടുക്കുകയാണ് ലെറ്റ് ജി എന്ന് പറയുന്ന ഒരു സെറ്റ് ഞാൻ എടുക്കുകയാണ്. ജി എന്ന് പറയുന്നത് 0 1/2 എന്ന് പറയുന്ന ഒരു സെറ്റും ആൻഡ് എച്ച് എന്ന് പറയുന്ന ആള് 1/2, 1ഉമാണ്. ജി എന്ന് പറയുന്നത് 0 1/2, സോറി ക്ലോസ്ഡ് ആണ്. എച്ച് എന്ന് പറയുന്നത് 1/2 1ഉമാണ്. ക്ലിയർലി ജി എന്ന് പറയുന്നതിൽ 0 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്, എച്ച് എന്ന് പറയുന്നതിൽ 1 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. ജിയും എച്ചും എന്താണ്, ഡിസ്ജോയിൻ്റ് ആണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ലെറ്റ് യു എന്ന് പറയുന്നതിനെ ഞാൻ എന്തെടുത്തു, യു എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആയിട്ടും വി എന്ന് പറയുന്നതിനെ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചുമായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. യു എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് ജിയും വി എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജിയും വിയും ഓപ്പൺ സെറ്റ്, ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റുകൾ ഓപ്പൺ ആണ് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് എന്തു പറയാം, യു എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും, ഓപ്പൺ ആയിട്ട് മാറും. വി എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറും, ഓപ്പൺ ആയിട്ട് മാറും. മാറില്ലേ, മാറും. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്പൺ സബ്സെറ്റുകൾ കിട്ടി എക്സിൻ്റെ, ഒന്ന് യുവും ഒന്ന് വിയുമാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ഉദ്ദേശം, എ എന്ന് പറയുന്ന സെറ്റ് ഏതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയണം, യുവിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയണം. ബി എന്ന് പറയുന്ന സെറ്റ് വിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയണം. അതിനുള്ള മാർഗ്ഗമാണ് നമ്മളിനി അന്വേഷിക്കുന്നത്. അപ്പോൾ തെളിയിക്കാനുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എന്താ തെളിയിക്കാനുള്ളത്, എ എന്ന് പറയുന്ന ആള് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു എന്നും ബി എന്ന് പറയുന്ന ആള് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി എന്നുമാണ് തെളിയിക്കേണ്ടത്. ഇതെങ്ങനെയാണ് നമ്മൾ തെളിയിക്കാറുള്ളത്, എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഒരാളെ എടുക്കുന്നു, ആ സെറ്റിലുള്ള ആള് അയാൾ എവിടെ ഉണ്ട് നമ്മൾ തെളിയിക്കുന്നു, യുവിലുണ്ട് എന്ന് തെളിയിക്കുന്നു. അതുപോലെ തന്നെ ബിയിൽ ഒരാളുണ്ട് എന്ന് എടുക്കുന്നു, ആ ബിയിലുള്ള ആളെ എവിടെ ഉണ്ട് തെളിയിക്കുന്നു, വിയിലുണ്ട് എന്ന് പറഞ്ഞ് തെളിയിക്കുന്നു. അതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളെ എവിടെ നിന്ന് എടുക്കണം, ആദ്യം ഇതാണല്ലോ തെളിയിക്കാൻ പോണത്. അപ്പം ഞാൻ ആദ്യം എവിടെ നിന്ന് എടുക്കണം, ഏലൊരു എലമെൻറ്റിനെ ഞാൻ എടുക്കണം. അപ്പോൾ സപ്പോസ് നമുക്ക് ആരെയും എടുക്കാം, നമ്മുടെ പതിവ് ഉള്ള ആള് എക്സ് എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ട്,
എക്സ് എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ട്? എയിലുണ്ട് എന്ന് നമുക്കറിയാം. എക്സ് ബിലോങ്സ് ടു എ എന്ന് ഞാൻ എടുത്താൽ ഇംപ്ലൈസ് എഫ് ഓഫ് എക്സിന്റെ അവസ്ഥ എന്താ? ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എഫ് ഓഫ് എക്സ് 0 ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ. എക്സ് എയിലൊരു എലിമെന്റ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വില എന്താണ്? 0 ആണ് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എക്സ് എയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. അപ്പോൾ എഫ് ഓഫ് എക്സ് 0 ആണ് എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആള് എവിടെയാണ് ഉണ്ടാവുക? ഇവിടെ നമ്മൾ പറഞ്ഞു ജി എന്ന് പറയുന്ന സെറ്റിൽ 0 1/2, ജി എന്ന് പറയുന്ന സെറ്റ് 0 to 1/2 ആണ്, വിച്ച് ഇൻക്ലൂഡ്സ് 0 up to 1/2 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് എന്താണെന്നാ കിട്ടിയത്? 0 ആണ് എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ആള് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ട്? ജിയിൽ ഉണ്ടാവില്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് എവിടെ ഉണ്ട്? എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ജി എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി എന്ന് പറഞ്ഞൂടെ? എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി എന്ന് പറഞ്ഞു. എക്സ് എഫ് ഇൻവേഴ്സ് ഓഫ് ജിയിലുണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആരാ? എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആരാ? ഇവിടെ ദാ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു. എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആരാ? യു ആണ്. ഇതാ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആരാ? യു ആണ്. അപ്പോൾ എക്സ് ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആരായി? യു ആയി. അപ്പോൾ എക്സ് ബിലോങ്സ് ടു യു എന്ന് തെളിയിച്ചു. അപ്പോൾ എക്സ് എയിലുണ്ട് എന്ന് ഞാൻ എടുത്തു, എന്നിട്ട് എക്സ് എവിടെ ഉണ്ട് തെളിയിച്ചു? യുവിലുണ്ട് എന്ന് തെളിയിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ? നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ യു എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഇതേപോലെ തന്നെയല്ലേ ഇപ്പോൾ നമുക്ക് ഇതും തെളിയിക്കാനുള്ള ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി. നമുക്ക് എങ്ങനെ തെളിയിക്കാം ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി എന്ന്? അപ്പോൾ ഇൻ ഓർഡർ ടു പ്രൂവ് ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി വി നീഡ് ടു ടേക്ക് എ പോയിന്റ് വിച്ച് ബിലോങ്സ് ടു ബി. അപ്പോൾ ഞാൻ തൽക്കാലം വൈ എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട് എന്ന് പറഞ്ഞെടുക്കുകയാണ്? ബിയിലുണ്ട് എന്ന് പറഞ്ഞെടുക്കുകയാണ്. വൈ ബിയിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും പറയാൻ പറ്റുന്നത് വൈ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. കാരണം ബിയിലുള്ള എല്ലാ എലമെന്റുകൾക്കും എഫ് ഓഫ് ബിയിലുള്ള സെറ്റിലെ എലമെന്റുകൾ നൽകുന്ന വില എന്താണ്? 1 ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എഫ് ഓഫ് വൈ എന്താണ്? 1 ആണ്. എഫ് ഓഫ് വൈ 1 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് വൈ എന്ന് പറയുന്ന ആള് എവിടെ ഉണ്ട്? എച്ചിലുണ്ട്. കാരണം എന്താ? അതാ എച്ചിലുള്ള ആൾക്കാരാണ് ആര്? എച്ചിലുള്ള ആൾക്കാർ 1/2 മുതൽക്ക് 1 വരെയുള്ള ആൾക്കാരാണ്. 1/2 1 നമ്മളവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇന്റർവെല് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് വൈ എവിടെയുള്ള ആളാണ്? എച്ചിലുള്ള ആളാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? വൈ എന്ന് പറയുന്ന ആൾ എവിടെ ഉണ്ട്? എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചിലുണ്ട്. വൈ ബിലോങ്സ് ടു എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് എന്ന് മനസ്സിലായി. എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ആരാണ്? എഫ് ഇൻവേഴ്സ് ഓഫ് എച്ചിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിച്ചത്? വി എന്ന് വിളിച്ചത്. അപ്പോൾ വൈ എവിടെ ഉണ്ട് എന്ന് മനസ്സിലായി? വിയിലുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? നമ്മളിവിടെ എടുത്തു വൈ എവിടെ ഉണ്ട്? ബിയിലുള്ള ആളാണ്. വൈ ഇപ്പോൾ എവിടെ ഉണ്ട്? വിയിലുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ? ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി. ബി എന്ന് പറയണത് വിയിലുണ്ട് എന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്താ തെളിയിക്കാനുള്ളത്? അത് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകളായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആ പ്രൂഫിന്റെ സ്റ്റേറ്റ്മെന്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പ്രൊപ്പോസിഷണൽ സ്റ്റേറ്റ്മെന്റ് നോക്കി നോക്കുക. എക്സിസ്റ്റ് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകളെ കുറിച്ചാണ് നമ്മളവിടെ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ യുവും വിയും എന്താണ് തെളിയിക്കണം? ഡിസ്ജോയിന്റ് ആണ് എന്ന് തെളിയിക്കണം. യുവും വിയും ഡിസ്ജോയിന്റ് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് യു കോമ വി എന്ന് പറയുന്നത് ഡിസ്ജോയിന്റ് ആവണമെന്നുണ്ടെങ്കിൽ യുവിൻ്റെയും വിൻ്റെയും അവസ്ഥ എന്തായിരിക്കണം? യു ഇന്റർസെക്ഷൻ വി എന്തായിരിക്കണം? യു ഇന്റർസെക്ഷൻ വി എന്ന് പറയുന്നത് ഫൈ ആയിരിക്കണം. അപ്പോൾ യു ഇന്റർസെക്ഷൻ വി ഫൈ ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ തെളിയിക്കാം? കൺസിഡർ യു ഇന്റർസെക്ഷൻ വി. യു ഇന്റർസെക്ഷൻ വി എന്താണെന്ന് നോക്കണം. യു എന്ന് പറയുന്ന ആളാരാ? എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് എച്ച് ആണല്ലോ. ഇതെങ്ങനെ എഴുതാം? എഫ് ഇൻവേഴ്സ് ഓഫ് ജി ഇന്റർസെക്ഷൻ എച്ച് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ജി ഇന്റർസെക്ഷൻ എച്ചിന്റെ അവസ്ഥ എന്താ? എഫ് ഇൻവേഴ്സ് ഓഫ് വാട്ട് ഈസ് ജി ഇന്റർസെക്ഷൻ എച്ച്? ജി ഇന്റർസെക്ഷൻ എച്ച് എന്താണ്? ഫൈ ആണ്. കാരണം എന്താ?
നമ്മളെടുത്ത ജി ഇൻ്റർസെക്ഷൻ എച്ച് എന്താ? ജി എന്ന് പറയുന്ന ആള് 0 1/2ഉം എച്ച് എന്ന് പറയുന്ന ആള് 1/2 1ഉമാണ്. ജി ഇൻ്റർസെക്ഷൻ എച്ച് അപ്പോൾ ക്ലിയർലി എന്താണ്? നൾ സെറ്റ് ആണ്, ഫൈ ആണ് അല്ലേ? അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ഫൈ എന്താ? ഫൈ ആയി. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ വി എന്തായി? ഫൈ ആയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഡിസ്ജോയിൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതാണ് പ്രൂഫ്. ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.